എല്ലാവർക്കും അക്കാഡമിക്സ് PSCയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. അങ്ങനെ അവസാനം KASന്റെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. നമ്മൾ ഇന്നിവിടെ കൂടിയിരിക്കുന്നത് രണ്ട് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ആദ്യ ഭാഗത്തിൽ നമ്മൾ ഇന്നത്തെ നോട്ടിഫിക്കേഷനിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, നിങ്ങൾ അറിയേണ്ടതായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതായിരിക്കും. സിലബസിനെ കുറിച്ചിട്ടുള്ള വിശദമായ ചർച്ച ആയിരിക്കില്ല ഇത് നമ്മൾ നടത്തുന്നുണ്ടാവുക. സിലബസ് വളരെ കൃത്യമായി നിങ്ങളിലേക്ക് പഠിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്ലാസ് നമ്മൾ ഉടനെ തന്നെ നാളെ തന്നെ പറ്റിയാൽ നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കുന്നതായിരിക്കും. ഇന്നത്തെ നോട്ടിഫിക്കേഷനിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് അപ്പുറത്തേക്ക് ഈ നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് വന്നിട്ടുള്ള കഴിഞ്ഞ ദിവസങ്ങളിൽ മെസ്സേജുകൾ വരുന്ന സമയത്ത് നമ്മൾ നിങ്ങളോട് പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യമായിരുന്നു, ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വന്ന് സിലബസ് അത് തന്നെയാണെന്ന് ഉറപ്പിച്ചതിന് ശേഷം, സർപ്രൈസുകൾ ഇല്ല എന്ന് ഉറപ്പിച്ചതിന് ശേഷമായിരിക്കും നമ്മൾ കോഴ്സ് ലോഞ്ച് ചെയ്യുക എന്ന് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സർപ്രൈസുകളൊന്നും തന്നെ ഇല്ല എന്ന് തന്നെ പറയണം. കഴിഞ്ഞ തവണത്തെ അതേ സിലബസ് തന്നെയാണ് ഫോളോ ചെയ്ത് പോകുന്നത്. അതിനാൽ തന്നെ ഞങ്ങൾ എങ്ങനെയെല്ലാമാണ് വന്നിരുന്ന അന്വേഷണങ്ങളിൽ ക്ലാസ്സുകൾ നമ്മൾ ഇതുപോലെ ഡിഗ്രി സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, ഡിഗ്രി പ്രിലിംസ് അതിന് തന്ന കോഴ്സുകളിലെ പോലെ തന്നെ ക്ലാസ്സുകളും ടെസ്റ്റുകളും ആ രീതി തന്നെ ആയിരിക്കുമോ ഫോളോ ചെയ്യുന്നത്, തുടർച്ചയായിട്ട് അങ്ങനത്തെയുള്ള സംശയങ്ങളായിരുന്നു കൂടുതലുണ്ടായിരുന്നത്. അതിനുള്ള മറുപടികൾ കൂടിയാണ് ഞങ്ങൾ നിങ്ങൾക്ക് തരുന്നതിന് വേണ്ടിയിട്ട് പോകുന്നത്. ഈ രണ്ട് കാര്യങ്ങൾ വളരെ വേഗത്തിൽ ചർച്ച ചെയ്ത് KAS എന്ന് പറയുന്ന ഈ വളരെ പ്രധാനപ്പെട്ട ഏറ്റവും കേരള PSC നടത്തുന്ന ഏറ്റവും മികച്ച ഒരു പോസ്റ്റിലേക്കുള്ള എക്സാമിനേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജേർണി നമുക്ക് വളരെ വേഗത്തിൽ തുടങ്ങേണ്ടതുണ്ട്, വളരെ എഫിഷ്യൻ്റ് ആയിട്ട് തീർക്കേണ്ടതുണ്ട്. സോ വെൽക്കം ടു ദ നെക്സ്റ്റ് ക്ലാസ്. നമുക്ക് ചർച്ചയിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുകയാണ്? ഇന്നത്തെ ചർച്ച ആരംഭിക്കുകയാണ്. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് അഥവാ KASന്റെ നോട്ടിഫിക്കേഷൻ അങ്ങനെ അവസാനം വന്നിരിക്കുകയാണ്. എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ ഏറ്റവും പ്രാധാന്യത്തോടു കൂടി മനസ്സിലാക്കേണ്ടത് എന്ന് നമുക്ക് എന്ത് ചെയ്യാം, നോക്കി തുടങ്ങാം. ആദ്യ ഭാഗം ഇത് കാണാത്ത ആളുകൾക്കുള്ളതാണ്. ഇവിടെ ഞാൻ പറയുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിട്ട് വന്നിട്ടുള്ള ഒരു പ്രസ് റിലീസ് ആണ് ഇത്. നമ്മൾ ഇതിനെക്കുറിച്ചുള്ള ചർച്ച ഡീറ്റെയിൽ ആയിട്ട് നടത്തിയിരുന്നു. എന്നാലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അതായത് ഇതിൽ ഏറ്റവും കൃത്യമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് എന്തായിരുന്നു? ടൈം ലൈൻ ആയിരുന്നു. ഏത് രീതിയിൽ എത്ര സമയത്തിനുള്ളിൽ KAS പരീക്ഷ അവസാനിക്കുമെന്ന് ഇതിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നോക്കൂ, മാർച്ച് 7 വിജ്ഞാപനം വരുമെന്ന് പറഞ്ഞിരുന്നു. ഇന്ന് മാർച്ച് 7 വിജ്ഞാപനം വന്നിട്ടുണ്ട്. അതിനുശേഷം പ്രാഥമിക പരീക്ഷയും അന്തിമ പരീക്ഷയും അഭിമുഖവും പൂർത്തിയാക്കി 2026 ഫെബ്രുവരി 16 റാങ്ക് ലിസ്റ്റ് പ്രഖ്യാപിക്കുമെന്ന് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് കയ്യിലുണ്ട്? ഇപ്പോൾ ടൈം ലൈൻ വളരെ കൃത്യമായിട്ട് കയ്യിലുണ്ട്. നേരത്തെ തന്നെ ഉള്ള കാര്യമായിരുന്നു. പിന്നീട് പറയുന്നത് ഡേറ്റുകളാണ്. എപ്പോഴെല്ലാം പ്രിലിമിനറി എക്സാമിനേഷൻ, മെയിൻസ് എക്സാമിനേഷൻ, അതുപോലെ തന്നെ കഴിഞ്ഞ തവണത്തെ KASന്റെ അതേ സിലബസ് ആണ് പ്രാഥമിക അന്തിമ പരീക്ഷകൾക്ക് ഉപയോഗിക്കാൻ പോകുന്നതെന്നും ഈ പ്രസ് റിലീസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൽ നിന്ന് പ്രത്യേകിച്ച് മാറ്റങ്ങൾ ഒന്നുമില്ലാത്ത രീതിയിൽ നമുക്ക് എന്ത് വന്നിട്ടുണ്ട്? ഇന്ന് KASന്റെ വിജ്ഞാപനം വന്നിട്ടുണ്ട്. ഈ ഭാഗത്ത് ആദ്യം തന്നിട്ടുള്ള ഭാഗത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു ഡേറ്റ് ആണുള്ളത്. അതെന്ന് പറയുന്നത് അവസാന തീയതിയാണ്. ഏത് അവസാന തീയതി എന്നാണ്? 9/4/2025. അതായത് ഏപ്രിൽ മാസം 9-ാം തീയതിക്കുള്ളിൽ എന്ത് ചെയ്യുക? നിങ്ങൾ അപ്ലൈ ചെയ്യുക എന്ന് വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? പറഞ്ഞിട്ടുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അവസാന ഡേറ്റിലേക്ക് തീർച്ചയായിട്ടും നിൽക്കരുത്. വേഗത്തിൽ തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. സോ ദാറ്റ് നിങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള ഇടത്ത് തന്നെ നിങ്ങൾക്ക് എന്ത് കിട്ടേണ്ടതുണ്ട്? എക്സാമിനേഷൻ സെന്റർ ലഭ്യമാക്കേണ്ടതായിട്ട് ഉണ്ട്. ഓക്കെ ആണല്ലോ? ആ കാര്യം നമുക്കപ്പോൾ വ്യക്തമായി മനസ്സിലാക്കിയ സ്ഥിതിക്ക് എന്താണ് നമ്മൾ ഏറ്റവും അധികം കാത്തിരിക്കുന്നിരുന്നത്? ന്യൂസ് റിപ്പോർട്ടുകൾ നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ടായിരുന്നു. എന്നുണ്ടെങ്കിൽ പോലും നമുക്കറിയാം കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിന്റെ ശമ്പളം എന്ന് പറയുന്നത് 77,200 മുതൽ 1,40,500 വരെ എന്നാണ് തന്നിട്ടുള്ളത്. സോ ഒരു പവർഫുൾ ജോബ് എന്നതിനേക്കാൾ ഉപരിയായിട്ട് ഒരു ഫൈനാൻഷ്യൽ സെക്യൂരിറ്റി എന്ന ഭാഗം കൂടി നോക്കുന്ന സമയത്ത് വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഈ ഒരു ജോബ് പ്രൊഫൈലിന്റെ റേഞ്ച് എവിടെയാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. ഒഴിവുകളുടെ എണ്ണമാണ് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത്. 31 ഒഴിവുകളാണ് ഉള്ളത്. രണ്ട് കാര്യങ്ങളാണ് പറയാനുള്ളത്. ഒന്നാമത്തെ കാര്യം, ഒഴിവുകൾ കുറവ് തന്നെയാണ്. അത് നമ്മൾ അംഗീകരിച്ചേ പറ്റുകയുള്ളൂ. ഒഴിവുകൾ കുറവ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ എക്സാം എഴുതുന്ന എല്ലാ ആളുകൾക്കും ആ രീതിയിലുള്ള കോമ്പറ്റീഷനാണ് നിങ്ങൾ എല്ലാവരും നേരിടാനായിട്ട് പോകുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ? രണ്ടാമത്തെ കാര്യം, 3 സ്ട്രീമുകളുണ്ട്. അതിലെ സ്ട്രീം 1 11 പേർക്കും 11 സീറ്റുകൾ, സ്ട്രീം 2 10, സ്ട്രീം 3 10 എന്നീ രീതിയിലാണ് ഇത് ഡിവൈഡ് ചെയ്യപ്പെട്ടുള്ളത്. ഇവ ഓരോന്നിലും മാർക്കെല്ലാം ആണ് ഓപ്പൺ ആയിട്ടുള്ളത് എന്ന് ഉടനെ തന്നെ ഞാൻ പറയുന്നതാണ്. ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പൊ 31 സീറ്റുകളാണ് ആകെ ഉള്ളത്.
ഈ 31 സീറ്റുകൾ എന്ന് പറയുന്നത് നമ്മൾ ഇടയ്ക്ക് വീട്ടിൽ അമ്മമാരൊക്കെ പറയാറുണ്ടല്ലോ, നിനക്ക് ഒരു സീറ്റ് പോരെ എന്ന് പറയാറുണ്ടല്ലോ. ആ രീതിയിൽ പോസിറ്റീവായിട്ട് നമുക്ക് വേണ്ടതൊരു സീറ്റാണ് എന്ന തലത്തിലും എടുക്കുക. അതിനോടൊപ്പം തന്നെ വളരെ സീരിയസ് ആണെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പരീക്ഷയിലേക്ക് ഇറങ്ങി വരിക. എല്ലാ ആളുകളും നിങ്ങൾക്ക് വരണം ഒരു സീറ്റേ ഉള്ളൂ എന്ന് മാത്രം പറയുന്നുണ്ടാവാം. പക്ഷേ ദർ ഇസ് എ റിയാലിറ്റി. നിങ്ങൾക്ക് വളരെ സീരിയസ് ആയിട്ട് നിങ്ങൾ ഈ എക്സാം എഴുതാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഈ എക്സാമിലേക്ക് വരേണ്ടത്. 31 സീറ്റുകളാണുള്ളത്. വളരെ ശക്തമായ കോമ്പറ്റീഷൻ ആണ് നടക്കാൻ പോകുന്നത്. നമ്മൾ നിങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള കാര്യങ്ങൾ അരച്ച് കലക്കി നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ റെഡി ആയിട്ട് വരുന്നുണ്ട്. പക്ഷേ അത് നിങ്ങൾ റെഡിയാണ് എന്നുണ്ടെങ്കിൽ മാത്രം സ്വയം ചോദിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ധൈര്യമായി പിന്നെ തിരിഞ്ഞു നോക്കാത്ത രീതിയിൽ ഇതിൻ്റെ ഉള്ളിലേക്ക് എന്ത് ചെയ്യുക, എടുത്ത് ചാടുക എന്ന് തന്നെ പറയും. കാരണം സമയം വളരെ കുറച്ച് മാത്രമാണ് നമ്മുടെ കയ്യിൽ ഉള്ളത് എന്ന് കൂടി നിങ്ങൾ ആലോചിക്കുക. ഓക്കെ, അപ്പോൾ ഒഴിവുകളുടെ എണ്ണം നമ്മൾ 31 എന്ന് മനസ്സിലാക്കിയിരിക്കുന്നു. ഇനി എന്തൊക്കെയാണ് ഈ ഓരോരോ സ്ട്രീമുകൾ? സ്ട്രീം 1 എന്ന് പറയുന്നിടത്ത് കാറ്റഗറി 01, 2025 ആണ്. അവിടെ നേരിട്ടുള്ള നിയമനമാണ്. അതായത് 11 പേരുടെ ഒഴിവുള്ള ഈ ഒരു ഭാഗത്തേക്ക് ഓപ്പൺ ആയിട്ട് എല്ലാവർക്കും എഴുതാൻ പറ്റുന്നതാണ്. ഇതിലേക്ക് എല്ലാവർക്കും അപ്ലൈ ചെയ്യാം, എല്ലാവർക്കും എന്ത് ചെയ്യാം, വന്ന് എക്സാം എഴുതാം. ഓപ്പൺ ആയിട്ടുള്ള നേരിട്ടുള്ള നിയമനമാണ്. സ്ട്രീം 2 ഉള്ളത് അടിസ്ഥാനപരമായിട്ട് സർക്കാർ സർവീസിലുള്ള ജീവനക്കാർക്കാണ് ഉള്ളത്. അതിലെങ്ങനെയാണ്, പ്രൊബേഷൻ വിജയകരമായി പൂർത്തിയാക്കിയിട്ടുള്ള പ്രൊബേഷൻ, അതായത് അപ്രൂവ്ഡ് ആയിട്ടുള്ള പ്രൊബേഷണേഴ്സിനാണ് എന്ത് ചെയ്യുന്നത്, അവിടെ മുതലുള്ള പിന്നീടുള്ള സർക്കാർ ജീവനക്കാർക്കാണ് എന്തുള്ളത്, ഈ ഒരു സ്ട്രീമിൽ സ്ട്രീം 2 പരീക്ഷ എഴുതാനായിട്ട് സാധിക്കുന്നത്. പക്ഷേ അത് വളരെ കൃത്യമായിട്ട് എന്ത് പറയുന്നുണ്ട്, ഗസറ്റഡ് പോസ്റ്റിലുള്ള ആളുകൾക്കല്ല ഇതുള്ളത് എന്ന കാര്യം കൂടി വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. മനസ്സിലാവുന്ന കൂട്ടുകാർക്ക്. സോ 1ാം ഗസറ്റഡ് ഓഫീസറോ അതിന് മുകളിലേക്കുള്ളതോ ആയിട്ടുള്ള ആളുകളായിരിക്കരുത് എന്നുകൂടി പറയുന്നുണ്ട്. സ്ട്രീം 3 നോക്കുന്ന സമയത്ത് വളരെ കൃത്യമായിട്ട് പറയുകയാണ്, എന്താണ്, 1ാം ഗസറ്റഡ് തസ്തികയിൽ അല്ലെങ്കിൽ അതിന് മുകളിൽ ഉദ്യോഗം വഹിക്കുന്ന ആളുകൾക്കാണ് ഏതുള്ളത്, ഇവിടെ സ്ട്രീം 3 നിയമനം ഉള്ളത് എന്നും ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ ഈ രീതിയിൽ 3 സ്ട്രീമുകളിലേക്കായിട്ടാണ് എന്ത് നടക്കുന്നത്, എക്സാമിനേഷൻ നടക്കുന്നത്. സോ അഗൈൻ അതാത് സ്ട്രീമുകളിൽ ആളുകൾ മനസ്സിലാക്കുക, നിങ്ങൾക്ക് 31 സീറ്റുകളിലേക്കല്ല നിങ്ങൾ അതാത് സ്ട്രീമിൽ മത്സരിക്കുന്നത്. 11 ആണെങ്കിൽ 11, 10 അല്ലെങ്കിൽ 10 എന്ന രീതിയിലാണ് നിങ്ങൾ മത്സരിക്കുന്നത് എന്ന റിയാലിറ്റി കൂടി കൃത്യമായി മനസ്സിലാക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഞാൻ ഭയപ്പെടുത്താനല്ല ഇത് പറയുന്നത്. കോമ്പറ്റീഷന്റെ ലെവൽ മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മളുടെ പ്രിപ്പറേഷൻ കൊണ്ടുപോകുന്നത്. സാധാരണ രീതിയിലുള്ള ഒരു ഡിഗ്രി ലെവൽ എക്സാമിനേഷൻ ഇപ്പൊ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് നമ്മൾ സ്റ്റഡി പ്ലാൻ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. കോമൺ ഡിഗ്രി പ്രിലിംസിന് സെപ്പറേറ്റ് നടത്തുന്നുണ്ട്. KAS എന്ന് പറയുന്ന സമയത്ത് നിങ്ങളുടെ പ്രിപ്പറേഷൻ ആ ലെവലൊന്നും പോരായിരിക്കുമെന്ന് കൃത്യമായി മനസ്സിലാക്കുക. കട്ട് ആൻഡ് ത്രോ കോമ്പറ്റീഷൻ ആയിരിക്കുമെന്ന റിയാലിറ്റി കൃത്യമായി മനസ്സിലാക്കുക. ഇനി സ്ട്രീം 1 പ്രായപരിധി, പ്രധാനമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട അടുത്ത കാര്യമാണ് പ്രായപരിധി. സ്ട്രീം 1 21 മുതൽ 32 വരെ വയസ്സുള്ള ആളുകൾക്കാണ് മത്സരിക്കാൻ സാധിക്കുക. അതായത് ഡേറ്റ് കൃത്യമായി കൊടുത്തിട്ടുണ്ട്. 2/1/1993 1/1/2004 ഇടയിൽ ജനിച്ച ആളുകളായിരിക്കണം. ഈ തീയതികളും ബാധകമാണ്. ഈ തീയതി ഉൾപ്പെടെ ഓക്കെയാണ്, ഈ തീയതികളിലും പെടും. മനസ്സിലാവുന്നുണ്ടോ? ഇനി ഈ കാര്യത്തിന്റെ കാര്യം കൂടി നിങ്ങൾ ആലോചിക്കുക. OBC അല്ലെങ്കിൽ SC/ST കമ്മ്യൂണിറ്റിയിൽപ്പെടുന്ന ആളുകൾക്കാണെങ്കിൽ OBC വിഭാഗത്തിൽപ്പെടുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ 3 വർഷവും മാക്സിമം ഏജിന്റെ കാര്യമാണ് പറയുന്നത്. SC/ST കമ്മ്യൂണിറ്റിയിൽപ്പെടുന്ന ആളുകളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ 5 വർഷത്തേക്കുമുള്ള ഇളവുകൾ, വയസ്സ് ഇളവുകൾ ഈ ഒരു മാക്സിമം ഏജിൽ നിന്ന് നിങ്ങൾക്ക് ലഭ്യമാകുന്നതായിരിക്കും എന്ന കാര്യം മറക്കാതെ ഇരിക്കുക. അതുമായി ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകളെല്ലാം വളരെ കൃത്യമായിട്ട് നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള PDF വായിച്ചാൽ അതിൽ എങ്ങനെയാണ് എന്തെല്ലാമാണ് EWS ആണെന്നുണ്ടെങ്കിലും എല്ലാമുള്ള സർട്ടിഫിക്കറ്റുകളെല്ലാം വളരെ കൃത്യമായിട്ട് ഹാജരാക്കാനുള്ള ഒരു നടപടിയും നിങ്ങൾ എടുക്കേണ്ടതാണ്. ഇനി സ്ട്രീം 2 പെടുന്ന ആളുകൾക്കാണെങ്കിൽ 21 മുതൽ 40 വരെ വയസ്സാണ് അവിടെയുള്ള വയസ്സ് എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ സ്ട്രീം 3 വരികയാണെങ്കിലോ, സ്ട്രീം 3 അപേക്ഷിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് 50 വയസ്സ് 1/1/2025 തികഞ്ഞിരിക്കാൻ പാടില്ല. അതായത് ഈ വർഷം ജനുവരി 1-ാം തീയതി ആകുമ്പോൾ ആൾക്ക് 50 വയസ്സ് ഉണ്ടാകരുത്. കൃത്യമാണോ? അപ്പോൾ ആ കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിനോടൊപ്പം ചേർത്ത് ശ്രദ്ധിക്കാനായിട്ട് നിങ്ങൾ നോക്കുക. അത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി നമുക്ക് നോക്കേണ്ടത് എന്താണ്, പ്രിലിമിനറി എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട കാര്യമാണ്. പ്രിലിമിനറി എക്സാമിനേഷൻ 2 പേപ്പറുകളിലായിട്ടാണ് നടത്തുന്നത് എന്ന് പറഞ്ഞിരിക്കുന്നു. 1, 2 എന്നീ 2 പേപ്പറുകളാണ് ഇതിനുള്ളത്. സോ ജനറൽ സ്റ്റഡീസ് ആണ് 1ാമത്തെ പേപ്പറിലുള്ളത്. ഒബ്ജക്റ്റീവ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ആകെ 100 മാർക്കിനാണ് ചോദ്യങ്ങൾ. 1.5 മണിക്കൂറാണ് എക്സാമിനേഷൻ. ഇതിന്റെ ഡീറ്റെയിൽഡ് സിലബസ് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ചർച്ച ചെയ്യുന്നതായിരിക്കും. അതിന്റെ വീഡിയോ അത് കുറച്ച് ലെങ്തി വീഡിയോ ആയിരിക്കും. ഇതിൽ നമ്മൾ അത്രയ്ക്കും കൊണ്ടുപോകാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നാണ് ഉദ്ദേശം. എക്സാം ഡേറ്റ് ഏറ്റവും ഇമ്പോർട്ടന്റ്
ജൂൺ 14, 2025 ജൂൺ 14 KASന്റെ പ്രിലിമിനറി എക്സാമിനേഷൻ നടക്കുന്നതിന് വേണ്ടിയിട്ട് പോകുന്നത്. ഡേറ്റ് കൃത്യമായിട്ട് മനസ്സിൽ ഉറച്ച് വെക്കുക. പാർട്ട് പേപ്പർ 1 കഴിഞ്ഞതിന് ശേഷം പിന്നീട് പേപ്പർ 2 ഉണ്ട്. അതിൽ പാർട്ട് 1 എന്ന് പറയുന്ന ജനറൽ സ്റ്റഡീസ് ആണ് വരുന്നത്. ജനറൽ സ്റ്റഡീസ് 2, അതായത് ഇവിടെ ഒരു ജനറൽ സ്റ്റഡീസ് ഓൾറെഡി ഒരു തവണ ഒരു എക്സാം നമ്മൾ പേപ്പർ 4 രാവിലെ എക്സാം എഴുതി കഴിഞ്ഞു. അടുത്തത് ആഫ്റ്റർനൂൺ ആണ് പേപ്പർ 2 വരുന്നത്. അതിൽ ജനറൽ സ്റ്റഡീസിൽ നിന്ന് തന്നെയുള്ള ഭാഗങ്ങൾ, അവിടെ എക്കണോമിക്സ്, കേരള ഡെവലപ്മെന്റ്, ആ തലങ്ങളാണ് അവിടെ വരിക. ഇതിന് മുമ്പുള്ള ഭാഗങ്ങളിൽ ഉണ്ടായിരുന്നത് മറ്റു ചില ഭാഗങ്ങൾ. അതിൽ ഡീറ്റെയിൽ സിലബസ് ഡിസ്കഷനിൽ നമ്മൾ അതൊക്കെ നമുക്ക് വരാം കൃത്യമായിട്ട്. ജനറൽ സ്റ്റഡീസിൽ നിന്ന് 50 മാർക്കാണ് വരുന്നത്. അതുപോലെ തന്നെ പിന്നീട് 2 ലാംഗ്വേജുകൾ, ഏതാണ്? മലയാളമാണെങ്കിൽ മലയാളം, ലാംഗ്വേജ് പ്രൊഫിഷ്യൻസിയിലുള്ള ആ ലാംഗ്വേജ് മലയാളമാണെങ്കിൽ മലയാളം 30 മാർക്കിനും ഇംഗ്ലീഷിൽ നിന്നുള്ള ചോദ്യങ്ങൾ 20 മാർക്കിനും വരുന്നു. കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? അപ്പോൾ ഈ ഭാഗത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ സിലബസ് ഡിസ്കഷനിൽ ഞാൻ വളരെ കൃത്യമായി ഒന്നുകൂടി പറയാം. ജനറൽ സ്റ്റഡീസിന്റെ ഭാഗത്താണെന്നുണ്ടെങ്കിലും പൊളിറ്റി പോലെയുള്ള ഭാഗങ്ങളിൽ നിന്ന് കഴിഞ്ഞ തവണ വന്ന ചോദ്യം ഏതാണ്ട് 30 മുതൽ 35, സിവിക്സ് അഡ്മിനിസ്ട്രേഷൻ ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 30 മുതൽ 35 മാർക്ക് വരെയുള്ള ചോദ്യങ്ങളാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ പേഴ്സണലി കഴിഞ്ഞ KS പ്രിലിംസ് ക്ലിയർ ചെയ്തിട്ടുണ്ടായിരുന്നു, മെയിൻസ് എഴുതിയിട്ടുണ്ടായിരുന്നു, ഇന്റർവ്യൂവിലേക്ക് കടക്കാൻ പറ്റിയില്ല, ചെറിയൊരു മാർക്കിന് പോയിട്ടുണ്ടായിരുന്നു. സോ പൊളിറ്റിയാണ് എൻ്റെ ഇൻഡിവിജ്വൽ പറയാണ്, ഓരോരുത്തർക്കും അവരുടെ അഭിപ്രായം ഉണ്ടാകാം. ഇൻഡിവിജ്വലി എൻ്റെ പേഴ്സണലി പറയുകയാണെന്നുണ്ടെങ്കിൽ പൊളിറ്റിയാണ് വളരെ സുഖമായിട്ട് കട്ട് ഓഫ് കിടക്കാൻ എന്നെ സഹായിച്ചത്. കാരണം പൊളിറ്റിയിൽ നിന്നുള്ള വന്നുള്ള ചോദ്യങ്ങൾ, സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടെ ഉണ്ടാകും. പക്ഷേ അത് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന സോൾവബിൾ ആയിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയാണ് ഉണ്ടായിരുന്നത്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? സോ എത്ര വെയിറ്റേജ് എന്നുള്ളത് വളരെ കൃത്യമായി നോക്കുക. മലയാളം ലാംഗ്വേജ് 30 മാർക്കാണ്. കഴിഞ്ഞ തവണ 72-75 മാർക്കിന്റെ റേഞ്ചിലാണ് കട്ട് ഓഫ് വന്നിട്ടുണ്ടായിരുന്നത്. സോ ഒന്ന് ആലോചിച്ച് നോക്കൂ, 30-35 ചോദ്യങ്ങൾ വരുന്ന ഒരു സബ്ജക്റ്റിൽ നിങ്ങൾ മാസ്റ്റർ ആവുകയാണെന്നുണ്ടെങ്കിൽ ഏത് രീതിയിലാണ് നിങ്ങൾക്ക് അത് ഫിനിഷ് ചെയ്യാൻ പറ്റുക എന്നത് നിങ്ങൾക്ക് ആലോചിച്ചാൽ മനസ്സിലാകും. സോ KS നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഏതാണ്ട് 3 ലക്ഷത്തിന്റെ മുകളിൽ ആളുകളാണ് കഴിഞ്ഞ തവണ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ നിന്ന് 3000-ങ്ങളിലേക്കാണ് ആദ്യത്തെ റൗണ്ട് കഴിഞ്ഞപ്പോൾ, പ്രിലിമിനറി കഴിഞ്ഞപ്പോൾ ആളുകളെ ചുരുക്കിയിട്ടുണ്ടായിരുന്നത്. എന്ത് ഷോർട്ടായിട്ടാണ് അത് കൊണ്ടുവന്നത് നിങ്ങൾ മനസ്സിലാക്കണം. സോ ഈ രീതിയിൽ ആളുകളെ കുറച്ച് കൊണ്ടുവരുന്ന ഈ എക്സാമിനേഷനിൽ നിങ്ങൾ വളരെ ബുദ്ധിപൂർവ്വമാണ് എന്ത് ചെയ്യേണ്ടത്? പഠിക്കേണ്ടത്. സിലബസ് നിങ്ങൾ കൃത്യമായി പഠിക്കണം, മനസ്സിലാക്കണം. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇനി വരാൻ പോകുന്ന വീഡിയോ കാണുക തന്നെ വേണം. അതിൽ നിന്ന് നിങ്ങൾ നിങ്ങളുടെ പവർ ഏരിയാസ് ചൂസ് ചെയ്യുക തന്നെ വേണം. എന്നിട്ട് സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യണം. ഓക്കെ, കാരണം അത്രയധികം ആളുകളാണ് വർക്ക് ചെയ്യുന്നത്. കുറേ ഒരു എന്താ പറയുക, സമുദ്രത്തിൽ ചാടി നീന്തുന്ന പോലെ നീന്തലിലല്ല നമ്മളുടെ ഇവിടെ പഠിക്കാനായിട്ട് നമ്മൾ സക്സസ്ഫുൾ ആയി തീർക്കാൻ പോകുന്നത്. പരീക്ഷകൾ എഴുതുക, ഞങ്ങൾ തരാൻ പോകുന്ന ടെസ്റ്റുകൾ വളരെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക, ടെസ്റ്റുകൾ എഴുതി തറോ ആവുക. ഓക്കെ, അത് നിങ്ങൾ കൃത്യമായിട്ട് ഓർക്കാനായിട്ട് ശ്രദ്ധിക്കുക. സോ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? ഡിവൈഡ് ചെയ്ത് കോൺകർ ചെയ്യേണ്ടതുണ്ട്, ഓർക്കുക. അപ്പോൾ പ്രിലിമിനറി ഇങ്ങനെ പോകുന്നു. മെയിൻസ് എക്സാമിനേഷനിലേക്ക് പോകുന്ന സമയത്ത് പേപ്പർ 1, പേപ്പർ 2, പേപ്പർ 3 ആണുള്ളത്. അത് ഇനി വരാൻ പോകുന്നൊരു ഭാഗമാണ്. അതിലേക്ക് നമ്മളിപ്പോൾ കടക്കുന്നില്ല. ജനറൽ സ്റ്റഡീസ് 1, 2, 3 എന്ന രീതിയിലേക്ക് ഡിവൈഡ് ചെയ്തുകൊണ്ട് 100 മാർക്കിന് വീതമുള്ള 2 മണിക്കൂറുള്ള ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള എഴുത്ത് പരീക്ഷയാണുള്ളത്. ഇന്റർവ്യൂ 45 മാർക്കിനുള്ള ഇന്റർവ്യൂ ആണുള്ളത്. അത് ഏതാണ്ട് ജനുവരി-ഫെബ്രുവരി സമയത്ത് അത് അവസാനിക്കും. ഫെബ്രുവരി 16 റാങ്ക് ലിസ്റ്റ് വരുമെന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി മെയിൻസ് എക്സാമിനേഷൻ ഒക്ടോബറിലാണ് നടക്കാൻ പോകുന്നത്. ഒക്ടോബർ 17 ഫോർനൂണിലും ഒക്ടോബർ 17 ആഫ്റ്റർനൂണിലും ഒക്ടോബർ 18 ഫോർനൂണിലുമായിട്ട് 3 പേപ്പറുകളും ഫിനിഷ് ചെയ്യപ്പെടുന്നത് ആയിരിക്കും. ഓക്കെ അല്ലേ? അപ്പൊ പരീക്ഷയുടെ ഡേറ്റുകൾ വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ജൂൺ 14 പ്രിലിമിനറി എക്സാമിനേഷൻ, ഒക്ടോബർ 17-18 തീയതികളിലായിട്ട് മെയിൻസ് എക്സാമിനേഷനും ഫിനിഷ് ചെയ്യുന്നതായിരിക്കും. 2026 ജനുവരി-ഫെബ്രുവരി സമയങ്ങളിലോട് കൂടിയിട്ട് ഇന്റർവ്യൂവും ഫിനിഷ് ആകുന്നതായിരിക്കും. ഫെബ്രുവരി 16 റാങ്ക് ലിസ്റ്റും പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. ആ ഭാഗങ്ങൾ ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുകയാണ്. സോ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഇന്നത്തെ നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാനുള്ളത്. ബേസിക് കാര്യങ്ങൾ, ഫോട്ടോ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതിനെ കുറിച്ചും ബാക്കി കാര്യങ്ങളും കൃത്യമായി വായിച്ചു നോക്കുക. ഏത് സൈസാണ്, എങ്ങനെയാണ്, 10 വർഷത്തേക്കാണ് പരിധി കൊടുത്തിട്ടുള്ളത്, ആ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി KS 2025 നമ്മൾ നിങ്ങൾക്ക് തരുന്ന കോഴ്സ്, KSന്റെ പ്രിലിമിനറി കോഴ്സ് നമ്മൾ ലോഞ്ച് ചെയ്യാനായിട്ട് പോവുകയാണ്. പ്രിലിംസിന്റെ കോഴ്സ് നമ്മൾ ലോഞ്ച് ചെയ്യാനായിട്ട് പോവുകയാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രിലിമിനറി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഏറ്റവും വലിയ കട്ടിംഗ് ഷോട്ട് അവിടെ നടക്കാൻ പോകുന്നത് ഇവിടെയാണ്. ലക്ഷക്കണക്കിന് ആളുകളിൽ നിന്ന് വെറും 1000-ങ്ങളിലേക്ക് ചുരുക്കുന്ന എക്സാമിനേഷന് നമ്മൾ അരയും തലയും മുറുക്കി പഠിക്കേണ്ടതായിട്ടുണ്ട്. എഗൈൻ ഞാൻ പറയുന്നു, ടെൻഷൻ ആക്കാനല്ല ഇങ്ങനെയൊക്കെ പറയുന്നത്. അത്രയും കുറവ് സീറ്റിൽ അത്ര വലിയ കോമ്പറ്റീഷനാണ് ഇത്രയും വലിയ പോസ്റ്റിലേക്ക് നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള പ്രിപ്പറേഷൻ ആവശ്യമാണ്. കുറെ തവണ പറഞ്ഞു പറയാം, ക്ഷമിക്കുക. ഇത് ഞങ്ങൾ ഒരു ഉദാഹരണം കൊടുക്കുകയാണ്. പ്രിലിമിനറി കോഴ്സിൽ നിങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന കാര്യങ്ങൾ. പൊളിറ്റിയുടെ ഉദാഹരണം എടുത്തിട്ടാണ് ഞാൻ പറയുന്നത്, ബിക്കോസ് ഞാൻ പൊളിറ്റിയാണ് നിങ്ങൾക്ക് പഠിപ്പിക്കുന്നത് ഒരു കോഴ്സ്. അതാണ് പൊളിറ്റി. നമ്മൾ നോക്കൂ,
എല്ലാ കോഴ്സുകളും അതാത് കോഴ്സിൻ്റെതായിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭ്യമാക്കും. ഇതിപ്പോൾ 59 1 മണിക്കൂർ വീതമുള്ള 3 ക്ലാസ്സുകളാണ്. ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട്, അതിൽ റെഗുലേഷൻ ആക്ട്, പിച്ചിന്റെ ആക്ട്, ചാർട്ടേഴ്സ് ആക്ട് അങ്ങനെയൊക്കെ തുടങ്ങുന്നുണ്ട്. ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ അടുത്ത ഭാഗം വരുന്നുണ്ട്. മോണ്ടെഗു ചെംഫോർട്ട് റിഫോംസ് വരെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫോളോ ചെയ്യാൻ പോകുന്ന ഒരു രീതിയാണ്. 3 ക്ലാസ് തന്നെ ആവണമെന്നില്ല, 3 4 5 ഒരു സെർട്ടൻ ഭാഗം കഴിഞ്ഞു കഴിഞ്ഞാൽ ദെൻ വി വിൽ ഡിസ്കസ് എ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ക്ലാസ്. നമ്മൾ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടെയുള്ള സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും ഏറ്റവും കൂടുതൽ ഉണ്ടാവുക. ആ രീതിയിൽ നമ്മൾ പഠിച്ച അത്രയും ഭാഗം നമ്മൾ തന്നെ ക്വസ്റ്റ്യൻസ് ആയി തന്ന് ഒരു ഡിസ്കഷൻ ക്ലാസ് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. സോ ദാറ്റ് എക്സാമുമായി നിങ്ങൾക്ക് എന്ത് ചെയ്യണം, കൃത്യമായിട്ടൊരു ബന്ധം വരണം. നോക്കൂ, KS നിങ്ങൾ പല ആളുകളും ഇപ്പോഴായിരിക്കും പ്രിപ്പയർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് KS വരാൻ പോകുന്ന തരത്തിലുള്ള ചോദ്യങ്ങളുമായിട്ടുള്ള ബന്ധം ഉണ്ടാവലാണ്, എക്സാം ഫിയർ ഇല്ലാണ്ടാവലാണ്. സോ ഈ രീതിയിലായിരിക്കും നമ്മുടെ ക്ലാസ്സുകൾ പോകുന്നത്. പൊളിറ്റി, ഇന്ത്യൻ ഹിസ്റ്ററി, അതുപോലെ തന്നെ എക്കണോമിക്സ്, ഈ ക്ലാസ്സുകൾ ഓൾറെഡി നമുക്ക് കുറച്ചധികം ക്ലാസ്സുകൾ നമ്മൾ അതിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞു. ബാക്കി ക്ലാസ്സുകൾ എന്ത് ചെയ്യുന്നതായിരിക്കും ഉടനെ തന്നെ. സിലബസിന് വേണ്ടി നമ്മൾ വെയിറ്റിംഗ് ആയിരുന്നു, സർപ്രൈസുകൾ ഇല്ല എന്നതിന് വെയിറ്റിംഗ് ആയിരുന്നു. വളരെ ദ്രുതഗതിയിൽ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളുമായിട്ട് ഇനി പോകുന്നതായിരിക്കും. ടെസ്റ്റുകൾ, ഡിഗ്രി ലെവലിൽ നമ്മൾ കൊടുക്കുന്ന ടെസ്റ്റുകളെല്ലാം തന്നെ ഈ കോഴ്സുകളുമായി ബന്ധപ്പെട്ട് നമ്മൾ ആഡ് ചെയ്യുന്നതായിരിക്കും. ഡിഗ്രി ലെവൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ആകട്ടെ, ബാക്കി എക്സാമുകളാകട്ടെ, അതുമായി ബന്ധപ്പെട്ട് ഓൾറെഡി അവൈലബിൾ ആകുന്ന, അതായത് ടെസ്റ്റ് സീരീസ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു കോഴ്സ് ഉണ്ട്. ആ കോഴ്സിൽ വരുന്ന എല്ലാ ഡിഗ്രി തലത്തിലുള്ള ടെസ്റ്റുകളും നമ്മൾ ഈ KS കോഴ്സിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് തരുന്നതായിരിക്കും. സോ ദാറ്റ് നേരത്തെ പറഞ്ഞ നിങ്ങൾ പഠിക്കുന്നതിനോടൊപ്പം തന്നെ ആ ടെസ്റ്റുകളെല്ലാം ഫാക്ടുകളാകട്ടെ സ്റ്റേറ്റ്മെന്റുകളാകട്ടെ ചെയ്ത് പഠിക്കുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. സോ നമ്മൾ സ്റ്റഡി പ്ലാനുകളിൽ വരുന്ന ടെസ്റ്റുകൾ, അതുപോലെ തന്നെ ടെസ്റ്റ് സീരീസ് എന്ന കോഴ്സിൽ വരുന്ന ടെസ്റ്റുകൾ, ഇത് മുഴുവൻ നിങ്ങൾക്ക് KS കോഴ്സ് എടുക്കുന്ന സമയത്ത് നമ്മൾ ലഭ്യമാക്കി തരുന്നതായിരിക്കും. ആ ഭാഗവും നിങ്ങൾ കൃത്യമായിട്ട് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. സോ വളരെ സ്മാർട്ടായിട്ട് എന്ത് ചെയ്യുക, നിങ്ങളുടെ ഭാഗങ്ങൾ, നിങ്ങൾ പഠിക്കേണ്ട ഇടങ്ങൾ ചൂസ് ചെയ്യേണ്ടതുണ്ട്. സിലബസിന്റെ ചർച്ചയുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. ആ ക്ലാസ് കൂടി വളരെ കൃത്യമായിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് താഴെയുള്ള ലിങ്കിൽ നിങ്ങൾക്ക് നമ്മളുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. ടെലിഗ്രാം ഗ്രൂപ്പിൽ ഇതുമായി ബന്ധപ്പെട്ട ഫർദർ ഇൻഫർമേഷൻസ് നമ്മൾ തരുന്നതായിരിക്കും. ഈ ലിങ്കുകളെല്ലാം നമ്മളുടെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ലഭ്യമാക്കും. സോ KS എക്സാമിനേഷൻ എത്തിയിരിക്കുകയാണ്. വളരെ ചുരുങ്ങിയ സമയം ബാക്കിയുണ്ട്. നമുക്ക് ഒരുമിച്ച് വളരെ ശക്തമായിട്ട് പഠിച്ച് മുന്നിലേക്ക് പോകാനായിട്ട് നമുക്ക് ശ്രമിക്കാം. താങ്ക് യു എവരിവൺ.